കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ ആളിക്കത്തി ജനരോഷം. കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം ഉടൻ വീട്ടിലെത്തിക്കും. വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന അവസ്ഥയിൽ എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ഒപ്പം ചേരുന്നു. ബിനിൽ, മൃതദേഹം ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയോ? മോത്തി അല്പസമയത്തിനകം തന്നെ എൽദോസിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പനേരം വീട്ടിൽ പൊതുദർശനമുണ്ടായിരിക്കും. അതിനുശേഷം പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ളതാണ്. ഈ ഫോറസ്റ്റ് സ്റ്റേഷന് ഏതാണ്ട് 100 മീറ്റർ അകലെ വെച്ചാണ് എൽദോസിനെ കാട്ടാനകൾ ആക്രമിക്കുന്നത്. ഇവിടെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഉരുളൻതണ്ണി ക്യാമ്പ് സ്റ്റേഷൻ, അതായത് ഫോറസ്റ്റിൻ്റെ ക്യാമ്പ് സ്റ്റേഷനാണ് ഉരുളൻതണ്ണിയിലെ. ആ ഫോറസ്റ്റ് ക്യാമ്പ് സ്റ്റേഷന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണുള്ളത്. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വനം ഓഫീസിന് നേരെ ആക്രമണമോ പ്രതിഷേധമോ ഉണ്ടായാൽ അത് തടയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഉരുളൻതണ്ണി ക്യാമ്പ് സ്റ്റേഷന് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പ് സ്റ്റേഷനകത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോഴുണ്ട്. വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എൽദോസിന്റെ മൃതദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷം വലിയ ജനരോക്ഷമാണ് ഈ ഉരുളൻതണ്ണി ഈ മേഖലയിൽ ഉയർന്നു വന്നത്. കാരണം ഈ സമീപ കാലങ്ങളിലൊക്കെ തന്നെ കാട്ടാനകളുടെ ആക്രമണത്തിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല എന്നതായിരുന്നു നാട്ടുകാരുടെ പരാതി. 6 മണിക്കൂറോളം ജനങ്ങൾ ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ അനുവദിച്ചില്ല. പ്രതിഷേധങ്ങൾ ആണ് അവിടെ എങ്ങും. കുട്ടമ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം മരിച്ച എൽദോസിന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് ബിന്നിൽ നൽകുന്ന വിവരങ്ങൾ.